മാത്രമല്ല അദ്ദേഹം ശിവസേന എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ, അതായത് ഇന്ത്യ മുന്നണിയോടൊപ്പം പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും VD സതീശന്റെ കോൺഗ്രസിന്റെ, ശിവകുമാറിന്റെ ശിവൻകുട്ടിയുടെ CPMന്റെയും കെ മുരളീധരന്റെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ അംഗത്വമെടുത്ത് സ്വീകരണ ഏറ്റുവാങ്ങി അതിന്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച് അതിന്റെ ഇലക്ഷൻ കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും ഉൾപ്പെടെയുള്ളത് തീരുമാനിച്ചു എന്നും പത്രമാധ്യമങ്ങളിലൂടെ വന്ന വിവരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത ആ ദാരുണമാർന്ന അവസ്ഥയെ BJPക്കെതിരായിട്ടുള്ള കുപ്രചരണങ്ങളാക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും BJPക്കെതിരെ അധിക്ഷേപം ചൊരിയാനുമുള്ള വേദിയാക്കി ബഹുമാന്യരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും മാറ്റരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. BJP കേവലമായിട്ടുള്ള രാഷ്ട്രീയവും ഇത്തരത്തിലുള്ള വിവാദങ്ങളുമല്ല തിരുവനന്തപുരത്തും കേരളത്തിലും പറയുന്നത്. BJP പറയുന്നത് വികസിത അനന്തപുരിയെക്കുറിച്ചാണ്, വികസിത കേരളത്തെക്കുറിച്ചാണ്. അങ്ങനെ BJP വികസിത അനന്തപുരിയെക്കുറിച്ച് പറയുമ്പോൾ, വികസിത തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ, വികസിത കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പിടിപ്പുകേടിന്റെ ഫലമായിട്ട് ദുരന്തം അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസിത കേരളത്തിനോടൊപ്പം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനു പോലും അതീതമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ദഹിക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക, 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി തന്നെ BJPക്ക് തിരുവനന്തപുരത്ത് മേൽക്കൈ ലഭിച്ചു. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാധാരണ പ്രവർത്തകർ, പൊതുരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ബഹുമുഖ പ്രതിഭകൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തിരുവനന്തപുരത്ത് ഇന്നേ വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് BJP പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അനന്തപുരി BJPയെ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീതി ഉയർന്നു വന്നു. ശ്രീ സുരേഷിന്റെ വാർത്താ സമ്മേളനമാണ് കാണുന്നത്. ഒരു തരത്തിലും ആനന്ദിന്റെ പേര് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ, സാധ്യതാ പട്ടികയിൽ പോലും വന്നിട്ടില്ല. ഈ ഒരു മരണത്തെ രാഷ്ട്രീയ കുപ്രചാരണത്തിനായി എതിരാളികൾ ഉപയോഗിക്കുന്നു എന്നതാണ് BJP നേതാവിന്റെ പ്രതികരണം. പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ രാവിലെ വന്ന ആനന്ദിന്റെ ഫോൺ സംഭാഷണം, ഇത്രയും കാലം താൻ പാർട്ടിക്കും അല്ലെങ്കിൽ BJPക്കും സംഘപരിവാറിനും വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു, പക്ഷേ തന്നോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ തന്നെ അവഗണിക്കുന്ന സമീപനമുണ്ടായി. അത് അങ്ങനെ വെച്ച് മുന്നോട്ട് പോകാൻ താൻ ഒരുക്കമല്ല, താൻ ഫൈറ്റ് ചെയ്യും എന്നതായിരുന്നു ആനന്ദിന്റെ വരികൾ. പക്ഷേ പിന്നീട് അത് മരണത്തിലേക്ക് പോയി എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? ഇപ്പോൾ പ്രശാന്ത് കേട്ടുകാണുമെന്ന് കരുതുന്നു സുരേഷിന്റെ പ്രതികരണം. അതിനെയും കൂടി എങ്ങനെ വായിക്കാം? ദിവിഷ്, പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടില്ല. കാരണം ഈ പോലീസിന്റെ ഫോട്ടോഗ്രാഫർ കൂടി എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങാം എന്ന തീരുമാനത്തിലാണ്. കാരണം ഇത്രയും രാഷ്ട്രീയ വിവാദമായ സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉണ്ടായാൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് ഫോട്ടോഗ്രാഫറുടെ സാന്നിധ്യത്തിൽ വീഡിയോ ചിത്രീകരണത്തോടെ പോസ്റ്റ്മോർട്ടം നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും എസ് സുരേഷ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് BJP ജനാധിപത്യ രീതിയിലാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന, അത്തരത്തിലുള്ള പ്രക്രിയയിൽ ഒന്നും തന്നെ ആ യുവാവ്, അതായത് ആനന്ദ് തമ്പിയുടെ പേര് വന്നിട്ടില്ല. അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഒപ്പമുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിൽ ചേർന്നിരിക്കുന്നു. അതായത് കോൺഗ്രസിനും CPMനും ഒപ്പം നിൽക്കുന്ന ശിവസേനയിലാണ് അദ്ദേഹം അംഗത്വം എടുത്തതെന്നാണ്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം BJPയുടെ ജില്ലാ അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ആനന്ദിനെ അറിയില്ലെന്നായിരുന്നു. 20 വർഷക്കാലം RSSന്റെ സജീവ പ്രവർത്തനത്തിൽ താലൂക്ക് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, താലൂക്കിൻ്റെയും മണ്ഡലത്തിൻ്റെയും എല്ലാം ഭാരവാഹി, മണ്ഡലത്തിൻ്റെയും ഒക്കെ ഭാരവാഹിത്വം വഹിച്ച ഒരു സജീവ RSS പ്രവർത്തകനെയാണ് BJP നേതാക്കൾ ഇപ്പോൾ തള്ളിപ്പറയുന്നത്. മാത്രമല്ല അദ്ദേഹം എതിർ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നത്. എങ്ങനെ എതിർ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ടു അല്ലെങ്കിൽ ശിവസേനയുടെ ഭാഗമായി എന്നതെല്ലാം തന്നെ ആനന്ദിന്റെ ഈ ആത്മഹത്യാക്കുറിപ്പിലൂടെ
വ്യക്തമായതാണ്. കാരണം അവിടെ മണ്ണു മാഫിയയ്ക്ക് അനുകൂലമായ നിലപാട് തീർച്ചയായും എന്തായാലും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അതിലുണ്ട്. സുരേഷ് അതിനുള്ള മറുപടികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചിട്ടില്ല. അതിനുശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകിട്ട് സംസ്കാര ചടങ്ങുണ്ടാകും എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.